ഞാൻ പറഞ്ഞു എന്നോട് ഞാൻ വണ്ടിയിൽ പോകണ്ടേ, അതായത് ഞാൻ മികച്ചോടത്തിനും ഉണ്ടല്ലോ, അവിടുന്നുള്ള പെണ്ണുങ്ങളും ഈവനോട് പറഞ്ഞു പറ്റ തടി പറഞ്ഞു ഇമ്മാന്റെ മകനാക്കി ഇമ്മാന്റെ മകൻ മാറാ തള്ളേന്ന് വിളിക്കുമ്പോഴും ഞാൻ ഒരു സ്നേഹത്തിലില്ല വിളി വിളിച്ചത്. അല്ലാതെ അതിന് ഉമ്മാക്ക് എന്തേ പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എന്തേ പ്രശ്നം? അപ്പൊ നിങ്ങൾക്ക് എന്തിനാ അറിയില്ല പ്രശ്നം? കമന്റ് എഴുതിക്കണേ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളെന്ത് വന്നിട്ടുള്ളത് റമളാനാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പൊ തൊപ്പിയൊക്കെ ഇട്ടിരിക്കണത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോ ആണ്. എന്താ അറിയോ, ഇന്ന് വീഡിയോ എടുക്കല് മറ്റേ ചാനലിലേക്ക്. അതാണ് എനിക്ക് ഈറൊരു സംഭവമാണ് ഞാൻ ഒരു വീഡിയോ എടുക്കല്. അവിടെ പോയി എനിക്ക് വലിയ പണിയൊന്നുമില്ല, അവിടെ ഇങ്ങനെ മുട്ടിപ്പരട്ട് ഇങ്ങനെ ഇരിക്കണം. പണിയില്ലത് എൻ്റെ ക്യാമറാമാനാണ്, ചെക്കൻ പാവാണ്, ആളൊരു പൊട്ടനാണെങ്കിലും ബുദ്ധിയില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്കാണ് കിടക്കാം. അപ്പം നമ്മൾ വീഡിയോക്ക് പോകാൻ നിൽക്കണേ. അപ്പോഴാണ് തേക്കാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ പേരിൽ ഈ ചീത്ത കാര്യങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യലുണ്ട്. എന്നീട് പറഞ്ഞു കൊടുത്താ നല്ല കാര്യങ്ങൾ ചെയ്യലുണ്ടാരെ. നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യണ്ടേ? ചീത്ത അറിഞ്ഞിട്ട് മാത്രം. ഇത് പിന്നെ നോമ്പൊന്നുമില്ല, വെറുതെ ഇങ്ങനെ തിന്ന് പോവുക അല്ലേ ഇനിയോ? സത്യം പറഞ്ഞ നോമ്പുണ്ട് കേട്ടോ. അത് വെറുതെ ഞാൻ ഇവള് തിന്നാലേ തിന്നാലേ സത്യം പറഞ്ഞോ? നോമ്പും നോക്കൂലോട്. ആ വലിയ മുത്തം കക്കിനൊക്കെ നോമ്പില്ല. അപ്പൊ ഗൈസ് എല്ലാരും നോമ്പ് വെക്കുക. നോമ്പിനൊരു കള്ളത്തിലും കാട്ടാൻ പാടില്ല. ഞാൻ നല്ല കുട്ടിയാണ്. നോമ്പെല്ലാം ഇപ്പൊ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എല്ലാ നോമ്പ് ഞാൻ നോറ്റിക്കണം. ഇനി നോക്കാല്ല പഠിച്ച വിധി തരട്ടെ. ഇത് തേക്കാൻ അപ്പൊ അതാണ് പറയാൻ നിട്ടു. ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. തലമ വെച്ചാണ്ടല്ലോ, തലമ വെച്ച പിന്നെ കൈമ കൊള്ളൂല, തലമ കൊള്ളൂ. പിന്നെ പിന്നെ കാര്യം ഉണ്ടായിരുന്നു, എന്റെ കുട്ടീന്റെ മുടി ഉടനെ സ്വന്തമായിട്ട് വെട്ടിട്ട് പോയിരിക്കും. അപ്പൊ ഈ സൈഡിൽ മുടിയില്ല. ഇനി ഞാൻ മൊത്തമായിട്ട് മുട്ട അടിച്ചു കൊടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പൊ നമുക്ക് മുട്ട അടിക്കണൊക്കെ ഒന്ന് വീഡിയോയിൽ വരാം. ഓക്കെ നീനു മുട്ട അടിക്കും? എനിക്ക് മുട്ട അടിക്കും. ഗോസ് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഉമ്മാനെ പേരെടുത്ത് വിളിക്കുന്ന മകനാണ് ഞാൻ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങളെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. പേരെടുത്ത് വിളിച്ചാൽ അവിടെ മര്യാദ നിൽക്കൂല. ഓള് ചോറുന്നാണ് ആ ഫോൺ ഒഴിവാക്കില്ല. പിന്നെ ഉമ്മാനോടാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. ഇജത് ഓഫായിക്കാം. ഇമ്മാനോടാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. ഞങ്ങളെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ പേരെന്താണ്? നിങ്ങളെ വീട് എവിടെയാണ്? നിങ്ങളെ ഉപ്പാന്റെ പേരെന്ത്? ഉമ്മാന്റെ പേരെന്ത്? ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ പേരെടുത്ത് വിളിച്ചിക്കണോ? പേരെടുത്ത് വിളിച്ചിക്കണോ? അത് സ്നേഹത്തിലുള്ള ഒരു വിളിയാണ് ഞാൻ വിളിച്ചിരുന്നത്. അല്ല സെമീറ അത് പോയിരിക്കാൻ ഞാൻ ഉപ്പാന്റെ അരി വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ വിളിച്ചതിന്റെ ഭാഗ്യം എന്റെ അമ്മ കിട്ടി. പിന്നെ തള്ളേന്ന് വിളിക്കുമ്പോഴും ഞാൻ ഒരു സ്നേഹത്തിലില്ല വിളിയാ വിളിച്ചത്. അല്ലാതെ അതിന് ഉമ്മാക്ക് എന്തേ പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എന്തേ പ്രശ്നമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തിനാ അറിയില്ലേ പ്രശ്നം? പ്രശ്നം കമന്റ് എഴുതിക്കണേ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കമന്റ് നിങ്ങൾ കണ്ടാ പിന്നെ കണ്ടാ പിന്നെ അത് കമന്റ് ഉണ്ട്. ഇപ്പൊ കണ്ടിക്കണേ ഒരു കമന്റ്, ഉമ്മാനെ പേരെടുത്ത് വിളിച്ചു അങ്ങനെ പറഞ്ഞു. നിങ്ങള് കമന്റ് ഒന്നും നോക്കണിയോ? പറഞ്ഞോ നീ എന്താ പറയണ്ടേ? ഇപ്പൊ എന്തിനാ കണ്ണാട വെച്ചത് എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞുതരാനാണോ എന്റെ ചെവി പറഞ്ഞത്? കുട്ടികളോളെ ക്ലാസ്സിലെ കുട്ടികളെ ഒക്കത്തിനും ഞാനുണ്ടല്ലോ. ഇവിടെ ക്ലാസ്സിലെ കുട്ടികളെ കളിയാക്കാണ് കണ്ണാട വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ പറയാ, എന്റെ അപ്പച്ചും കണ്ണാട വെച്ചിക്കണു, അതുകൊണ്ടാണ് ഞാനും കണ്ണാട വെച്ചിരിക്കുന്നത്. ഞാനെന്തിനാ കണ്ണാട വെച്ചത്? ഫോൺ കണ്ടിട്ട് കാഴ്ചവായിട്ടാ. ഫോണ് കളി കുറച്ച് എല്ലാ കുട്ടികളോടും ഇവിടെ ചെറുപ്പത്തിൽ തന്നെ ഫോൺ കൊടുത്ത് ശീലാക്കി. എന്നിട്ട് കാഴ്ച പറഞ്ഞിക്കണു. ഇപ്പൊ ഹോസ്പിറ്റലിൽ കാട്ടുണ്ട്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, കണ്ണാടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെ കളിയാക്കാണ്. പേരൊന്നും പറയണ്ടേ? നിനു എന്നിട്ട് നിനു കളിയാക്കണ നിനുവിന് എന്താ പറയാനുള്ളത്?
കളിച്ചാൻ കൂട്ടൂല. കളിച്ചാൻ കൂട്ടില്ല. ഓളെ കണ്ണാട വെച്ചുകൊണ്ട് കളിച്ചാൻ കൂട്ടില്ല. ഓളെ കളിക്കാൻ കൂട്ടണ്ടല്ലോ. കുഞ്ഞാക്കൂല്ല കളിക്കാന്. ഇവിടെ അതിന്റെ കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ. നോമ്പ് പറ്റി ക്ഷീണിച്ച ആളാണ്. തടി പറഞ്ഞു. ഞാൻ ഹലോ ഇവിടെ ശരിക്കും നോക്കിട്ടോ എന്നിട്ട് പറഞ്ഞു എട്ടാമത്തെ നോക്കില്ല. ഇപ്പൊ ഈ വീഡിയോ എടുക്കേണ്ട ദിവസമാട്ടോ. ചിലപ്പോ വീടിന്റെ എന്നാ പറയാൻ പറ്റില്ല. ക്ഷീണിച്ചോണോ വേഗം പറ. ഞാൻ വെള്ളം ചുരുക്കിക്കൊള്ളു. ഞാൻ പിന്നെ തടി കുറവല്ലേ. ഫോട്ടോ എടുക്കുമ്പോ വേറെ എന്തെങ്കിലും ഫോട്ടോ എടുത്താ ഇങ്ങനെ കറട്ടെ പൊള്ള. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എന്നോട് ഞാൻ വണ്ടിയിൽ പോകണ്ടേ. അതായത് ഞാൻ മികച്ചോടത്തിനും ഉണ്ടല്ലോ. അവിടുന്നുള്ള പെണ്ണുങ്ങളും എന്നോട് പറഞ്ഞു ഇപ്പൊ പറ്റ തടി പറഞ്ഞു. ഇമ്മാന്റെ മകതാക്കി ഇമ്മാന്റെ മകൻ മാറാ. പറ്റ തടി പറഞ്ഞു. എനിക്ക് തോന്നുമ്പോ ആകെ എട്ടെണ്ണല്ലേ തോറ്റുള്ളൂ. ഞങ്ങളെ വാരി ഇത്ര തോന വെച്ചു. ഒന്നും തിന്നായില്ലോ. ഒക്കെ നോമ്പില്ലാത്ത കള്ളത്തി. ഇപ്പൊ പിന്നെ ചായ ഒന്നും കുടിച്ചില്ല. മറ്റേ ഇത് ചിക്കൻ മാത്രം തിന്നു. അതിൽ തിന്നാനൊന്നും തിന്നൂല. ചിക്കൻ മൊത്തമായിട്ട് വാരിടാനാണ്. എനിക്ക് ആഗ്രഹം. വീഡിയോ നമ്മള് വരും. ചിക്കൻ അരക്കിലോ ഞാൻ ചിക്കൻ തിന്നു. അരക്കിലോ 1 കിലോ. നോമ്പാണ് ഗൈസ്. അപ്പൊ ഒന്നും വിചാരിച്ചിട്ട് എനിക്ക് നോമ്പിട്ട് ഞാൻ ലേസ് എന്നൊക്കെ വെറുതെ കാട്ടിയതാട്ടോ. അതിൽ ലേസിലൊന്നുമില്ല. കാണിച്ചെടുക്കണം. പോകാണ് ഞങ്ങൾ പോകാണ്. വീഡിയോ എടുക്കാൻ പോകാണ്. നിങ്ങളും കൂടി പോന്നോടി. വീഡിയോ എടുക്കാൻ പോകാണ് ഞമ്മ പോകാണ്. ഇന്റെ ചെരുപ്പ് പുറത്താണ്. ഈ അണ്ണാച്ചി ചെരുപ്പിട്ട് ഞാനേ പോകൂല. ഇത് കുടിച്ചാ വണ്ടി കയറ്റിട്ടാ സാധനങ്ങളൊക്കെ വെച്ചാ. അപ്പോൾ ഗൈസ് ചെരുപ്പ് മാറ്റിയിട്ട് തരാം. ബാക്കിയൊക്കെ അവിടുന്ന് കാണിച്ചു തരാം. അപ്പോൾ സെലിബ്രിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാറി കൊടുക്കണം. മുന്നിൽ നിന്ന് സെലിബ്രിറ്റി മാത്രല്ല എന്റെ അളാപ്പയാണ്. സെലിബ്രിറ്റി മാത്രമല്ല. പിന്നെ വില പിടിപ്പൊന്നുമില്ല വണ്ടിയിലുള്ളതൊന്നുമില്ല. സിയാബ് കൊറേ കാലത്തിന് ശേഷം ഇന്നൊന്ന് അഭിനയിച്ചാൻ വന്നാണ് കേട്ടോ. കൊറേ ഞാൻ വിളിച്ചെടുത്തിയാണ്. ഉറങ്ങിയത് കാരണം വാറിന് കാരണം എന്നോട് കൊറേ ആൾക്കാർ ചോദിച്ചോണ്ട് ഇന്നലെ ആ പടപ്പാമ്പ് വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ഇജ്ജ് വരായിട്ടാണ് ഞാൻ വിളിച്ചായിട്ടൊന്നുമില്ല. ഒഴിവില്ല. നമ്മളെ മരവട്ടം മമ്മൂട്ടിന്റെ വീട്ടിലാണ്. കുപ്പായിട്ടിട്ടില്ല. നോമ്പില്ല. നോൻപിന്റെ ക്ഷീണം കൊണ്ട് അവസരം എനിക്ക് ഇതിന്റെ ഒരു ഭാഗം വേറെ ഇതിൽ തന്നെ നമ്മള് തമ്മിലൊന്ന് കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഈ വീഡിയോ തന്നെയാണ് അത്. ഈ വീഡിയോ 2 സീനുകൾക്ക് ഉണ്ട്. അത് നമ്മളിപ്പോ എടുത്തിട്ടില്ല. അത് നമ്മൾ വെള്ളിയാഴ്ച എടുക്കാതെ അപ്പൊ ഇപ്പൊ കണ്ടിട്ടുണ്ടായിന്. അങ്ങനെ ഉണ്ട്. അപ്പൊ അന്ന് വേറെ ഷർട്ടൊന്ന് മാറ്റിയാൽ മതി. ഒന്നും വിചാരിച്ചു ഞാനൊക്കെ കൊണ്ടിരുന്നത്. ഡ്രസ്സിന്റെ കാര്യത്തില് ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ക്ലിയർ ആകുക ഇയാളേക്കാണ്. മേക്കപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു രംഗത്തിൽ ഇങ്ങോട്ട് വരും. അത് യാതൊരു മാറ്റം ചെയ്യാത്ത എക്സ്പീരിയൻസ് ഇല്ല ആളാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു 2 വരി എന്തെങ്കിലും പാട്ട് അങ്ങനെ എന്തെങ്കിലും പാടിക്കണേ. എല്ലാ സാർ ഇവിടെ എടുത്ത് കയറി നോമ്പിനെ പറ്റി മൈക്കോണ്ടേ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ പാടി. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. അപ്പം പിന്നെ രണ്ടാമത്തെ 10 കൊടുക്ക എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയിട്ട്. അല്ല ആദ്യം പറഞ്ഞാലേ ആ തുടക്കം അങ്ങനെ ഇതിപ്പോ അവസാനത്തെ 10 രണ്ടാളും കൂടിക്കാൻ കേട്ടോ.
നോലിനോട് വന്ന് കിട്ടാൻ കാത്തിക്കല്ലേ പിന്നെ ഞങ്ങളുടെ എണ്ണി കിട്ടുക പെട്ടെന്ന് കഴിഞ്ഞുണ്ടാകും. ഇനി നിങ്ങള് നടന്നിങ്ങനെ വരുമ്പോ നോമ്പ് കള്ളം നടന്നിരിക്കണം. എടാ, മൈക്കൊന്നും അറിയാ ആക്ഷൻ. കുഞ്ഞോന്റെ വീട്ടിലാണ് ഓരോരോ വീഡിയോ എടുക്കണം. ഓരൊക്കെ വീഡിയോ എടുക്കണം. ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുക, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. കാക്ക അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്നെ അങ്ങോട്ട് കയറിയ ഏൽപ്പിച്ചാണ്. കാക്ക വീഡിയോ എടുക്കുമ്പോൾ എല്ലാ കാക്കാളും ഉണ്ടാവും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി നോമ്പൊക്കെ ഒന്ന് അറക്കല്ല കഴിച്ചണം. എന്നിട്ട് നീ നോമ്പറക്കണൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.